യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ സൺഫ്ലവർ തോട്ടം കാണുന്ന ആൾക്കാരാണ് കാണുന്നത്. അവിടെയാണ് ആ സൺഫ്ലവർ തോട്ടം. അയ്യോത്തില്ല സൺഫ്ലവർ തോട്ടം. ഞാനില്ലതോ വലിയൊരു ബ്ലോക്കിൽ പെട്ടിട്ട് എൻ്റെ കാറിൻ്റെ ഉള്ളിൽ, അതായത് റോഡിൻ്റെ മേലെ, വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടെ എല്ലാ വണ്ടിയും ബ്ലോക്കാണ്. ഒരുപാട് വണ്ടിയുണ്ട്. കാരണം ആദ്യം വന്നവരൊക്കെ റോഡിൻ്റെ മേലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി. അതാണ് ബുദ്ധിമുട്ടായത്. ആർക്കും പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുന്നില്ല. ഇഞ്ചോട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ താഴത്താക്കാങ്ങില്ല. കാരണം നല്ലൊരു താഴ്ചയിലേക്കാണ് റോഡ് സൈഡുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടുന്ന് 1 മണിക്കൂറോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി വളരെ ദൂരം പാർക്ക് ചെയ്തത്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വളരെ ദൂരം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുക, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവാതിരിക്കുക. ഇപ്പോൾ റോഡിൻ്റെ 2 സൈഡും ഉണ്ട്. ഇവിടെയാണ് കൂടുതൽ സൺഫ്ലവർ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. സൺഫ്ലവർ കണ്ടപ്പോൾ മനസ്സിന് എന്തോ ഒരു പോസിറ്റിവിറ്റി, എന്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു അറിയാം. ഒരുപാട് സൺഫ്ലവർ പൂക്കൾ ഒരുമിച്ച് പൂത്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്, പക്ഷെ നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലവും ഉണ്ട് അവിടെ. എത്ര ആൾക്കാർ വന്നാലും ഒരുപാട് ഏരിയയിൽ ഇത് സ്പ്രെഡായിട്ടുണ്ട്. ഈ കാണുന്നത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഇതുപോലെ സൺഫ്ലവർ തോട്ടമുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. വളരെയധികം പോസിറ്റിവിറ്റി ആയിരുന്നു അവിടെ. എല്ലാവരും എന്തൊരു ഹാപ്പി ആയിരുന്നു അറിയാം. ഈ ഒരു എന്താ പറയുക, പറയാനൊരു സൺഫ്ലവർ തോട്ടം, പക്ഷേങ്കിൽ നല്ലൊരു വൈബായിരുന്നു അവിടെ പോയിട്ട്. ഒരു നിമിഷം ആ ബ്ലോക്ക് കണ്ടപ്പോൾ വേണ്ട, എങ്ങനെയെങ്കിലും പുറത്ത് പോയി വീട്ടിലെത്തിയാൽ മതിയെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ എത്തിയ പിന്നെ മനസ്സിലായി മിസ്സായി പോയാണ് ഈ ഒരു എന്താ പറയുക സീൻ. ഇത് കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം പഞ്ചായത്ത്, അതായത് ചെറുകുന്ന് അമ്പലത്തിൻ്റെ എല്ലാം അതിലേക്കൂടെയും എന്താ പറയുക ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയാൽ മതി. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ എത്തും. വളരെ നല്ലൊരു കാഴ്ചയാണ്, ആരും മിസ് ചെയ്യല്ലേ.